പോലെ നമുക്ക് ഒരാളെ കണ്ടാൽ മിണ്ടരുത് ഇതിൽ കല്യാണത്തെ വിളിക്കരുത് അങ്ങനെയൊന്നും നിർദ്ദേശം കൊടുക്കാനുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്, വെളിയിലാക്കിയിട്ടുണ്ട്. ഇനി ഈ പരാതിന്റെ പേരിൽ നടപടി ഉണ്ടാവും. പാലക്കാട് വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിട്ട് ഇല്ല ഞങ്ങൾ സത്യത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞങ്ങൾ സാധാരണക്കാരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ്. എല്ലാവരും ആ ശ്രദ്ധയിലാണ്. അത് അവനവന്റെ വാർഡ് ജയിക്കാൻ, അവനവന്റെ പഞ്ചായത്ത് കിട്ടാനുള്ള വ്യഗ്രത ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ്. അദ്ദേഹം ഇറങ്ങിയിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ. അത് നിങ്ങൾ എൻ്റെ അടുത്ത് ആവർത്തി പറഞ്ഞു. അയാൾ ഇറങ്ങിയിട്ടില്ല. അയാളിന്റെ വഴിയിൽ പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചു പോയി എന്നല്ലാതെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടൊരു തീരുമാനം അദ്ദേഹത്തിന് ഇറക്കുക അല്ലെങ്കിൽ ഇറങ്ങി പോകുകയൊന്നും ചെയ്തിട്ടില്ല. താങ്കൾക്ക് ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തോട് ഇറങ്ങരുത് എന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിരുന്നു, നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും ഇറങ്ങിയത് വലിയൊരു പ്രതിസന്ധി. അതേ സമയത്ത് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. ഇല്ല ഞങ്ങളാരും അദ്ദേഹത്തിന് ഇറങ്ങണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം സ്വയം ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഞങ്ങൾ ബന്ധപ്പെട്ടില്ല. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ കമ്മിയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റി നിർത്തുകയായിരുന്നെങ്കിൽ ഇത്രയും പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. ആദ്യം ഘട്ടത്തിൽ മാറ്റി നിർത്തിക്കാണല്ലോ. എപ്പോഴും മാറ്റി നിർത്തിക്കല്ലേ, ആദ്യം മാറ്റി നിർത്തിയാണ്. കോൺഗ്രസിലെ മാറ്റി നിർത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള ഒരു പരിപാടി തന്നെയാണല്ലോ. കാരണം മറ്റു യോഗങ്ങളൊന്നും ഇല്ല, പങ്കെടുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. ബാക്കി പ്രചരണത്തിൽ ഇറങ്ങുന്നുണ്ട്. പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ നിങ്ങൾക്ക് അതല്ല, അങ്ങനെ ഒരു പ്രചരണത്തിന് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. സത്യത്തില് നിങ്ങളൊരു പരിപാടി കണ്ട ഒരാളുകളിൽ പാർട്ടി പോലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അധ്വാനിച്ചവരെ കാണുമ്പോൾ അദ്ദേഹം കയറി ഷൈക്കൻഡ് കൊടുത്തു, സംസാരിച്ചു, സ്വാഭാവികമല്ലേ. അതല്ലാതെ പാർട്ടിയുടെ നിയോഗിച്ചിട്ടില്ല, പ്രചരണത്തിന് നിയോഗിച്ചിട്ടില്ല, ആൾ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് പോകുമ്പോൾ അത് തടയാൻ പോലും പാർട്ടിക്ക് കഴിയുന്നില്ല ഇല്ല എവിടെ ഔദ്യോഗികമായിട്ട് എവിടെയും പ്രചരണത്തിന് പോയിട്ടില്ല. വഴി കണ്ടുമുക്ക അല്ല, അങ്ങനെ പോകുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണ്? കോൺഗ്രസുകാർക്ക് വേണ്ടിയിട്ടാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പോലും ഈ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. നിങ്ങളുടെ വലിയൊരു പരാജയമല്ലേ കോൺഗ്രസിന്റെ? അങ്ങനെ ആരും അദ്ദേഹത്തിനെ ഒഫീഷ്യലായി വിളിച്ചിട്ട് ഒരു പരിപാടി പങ്കെടുപ്പിച്ചിട്ടില്ല. അദ്ദേഹം പങ്കെടുത്തു, ധാരാളം പരിപാടി. അത് കേറി അദ്ദേഹം പോകുമ്പോ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കല്യാണത്തിന് ഞാൻ ഇവിടുന്നുണ്ട് കല്യാണത്തിന് അദ്ദേഹത്തെ കണ്ടുപോയി. കല്യാണം പോലെയാണോ പാർട്ടി പരിപാടി? ഷൈക്കിന്റെ കൊടുക്കണ്ടേ? കല്യാണം പോലെയാണോ പാർട്ടി പരിപാടി? അല്ല, പാർട്ടി പരിപാടി പങ്കെടുത്തില്ല, ഒഫീഷ്യലായിട്ട് എവിടെയും പങ്കെടുത്തില്ല. പാർട്ടി മാറ്റി നിർത്തിയ ഒരാളെ പാർട്ടിയുടെ സംവിധാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രചാരണങ്ങളിൽ നടക്കും പൂർണ്ണമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞു? പാർട്ടി കരഞ്ഞിട്ടുണ്ട്, മാറി നിർത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരാളെ കണ്ടാൽ മിണ്ടരുത് ഇതിൽ കല്യാണത്തെ വിളിക്കരുത് അങ്ങനെയൊന്നും നിർദ്ദേശം കൊടുക്കാനുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്, വെളിയിലാക്കിയിട്ടുണ്ട്. ഇനി ഈ പരാതിന്റെ പേരിൽ നടപടി ഉണ്ടാവും.